ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇനി നമ്മൾ ഈ ഒരു മാക്രോണി വെച്ചിട്ട് നമുക്ക് രണ്ട് ഐറ്റം ഉണ്ടാക്കാം. ഒന്ന് നല്ല സ്വീറ്റായിട്ട്, ഒന്ന് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് കുക്കായി വരുമെന്നൊക്കെയാണ് അതിൽ എഴുതിയേക്കുന്നത്. കാരണം ഇത് ചെറിയ പാസ്തയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇത് കുക്കായി വരും. അപ്പോൾ ഇത് സൂചി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ മൈദ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, ഇത് സൂചി വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. ഇത് ചെറുതാണല്ലേ. അപ്പോഴേ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വലിയ മാക്രോണീസിനെയൊക്കെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുമേ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാവേ. ചട്ടി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്യുന്നത്, കുക്കിംഗ് ഓയിലാണ്. നിങ്ങൾക്ക് ഇനി ഏത് ഓയിലാണ് വയ്ക്കാൻ താല്പര്യം അതിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ കടുകൊന്നും ഇടുന്നില്ല, വെജിറ്റബിൾസ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തേക്കുന്നത് കുറച്ച് സവാളയും ക്യാരറ്റും, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ടൊമാറ്റോയുടെ ഹാഫാണ്, ഒരു ചെറിയ തക്കാളിയുടെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല, ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ. തക്കാളി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മസാല ആഡ് ചെയ്യാം. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാൻ ഞാൻ എടുത്തേക്കുന്നത് മാഗി മസാല മാജിക്കാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ക്യൂബോ വെജ് ക്യൂബോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ല എങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഗരം മസാലയൊക്കെ യൂസ് ചെയ്താലും മതി. ഇനി നിങ്ങൾക്ക് സോസൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോയാ സോസൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ മസാലയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണീസ് ഉണ്ടല്ലോ, അതിൽ പകുതി മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ബാക്കി പകുതി വേറൊരു ഐറ്റം ഉണ്ടാക്കാം നമുക്കത് വെച്ചിട്ട്. അപ്പം നല്ല സ്വീറ്റും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരേ ഐറ്റംസ് ഒരു സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അതിനകത്ത് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, അതിന് പകരം കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന മാക്രോണീസ് കൊണ്ട് നല്ലൊരു പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പം നമ്മൾ അടപ്രഥമനൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. ശർക്കര ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നമ്മുടെ വെർമിസെല്ലിയൊക്കെ വെക്കുന്ന പോലെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പാലും പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പാലും മിൽക്ക് മെയ്ഡും ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ മാക്രോണീസൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ പാസ്ത കിട്ടത്തില്ലേ, അതാണെങ്കിലും കുഴപ്പമില്ല. മിനി മാക്രോണീസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മറ്റ് വലിയ മാക്രോണീസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അതിനകത്തൊക്കെ ഒന്ന് മധുരം പിടിക്കാനായിട്ട് നന്നായിട്ട് അത് വറ്റിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ സാധാരണ തേങ്ങാപ്പാലാണ് അടപ്രഥമന് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ പശുപാലാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അതൊന്ന് വെന്ത് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു സാധനം മതി നമുക്ക് 2 ഐറ്റം ഉണ്ടാക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഭയങ്കര ഇച്ചിരി കൂടുതലായിട്ട് ഞാൻ അങ്ങ് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ അത് കോരിയെടുത്തത്. പിന്നെ രണ്ടാമത് ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തു. മുന്തിരി കുറച്ചൊന്ന് കരിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ മാക്രോണീസൊക്കെ ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ തേങ്ങാപ്പാലിന് പകരം പശുവും പാലാണ്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഉള്ളവർ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ പശുവും പാൽ ഉപയോഗിച്ചെന്നല്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാത്ത പാൽ വേണം ഒഴിക്കാനായിട്ട്. ഇനി കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വറ്റിയിരിക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ വെച്ചിട്ട് വേണം ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ദാ മാക്രോണി 2 ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്.